ഒന്ന് ഏത് ബ്യൂട്ടി നോക്കില്ലേ. ആ മോള് ഉമ്മാനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കണോ വണ്ടി നോക്കുന്നത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സിവിക്കിൻ്റെ അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഡെയിലി സിവിക്ക് എടുക്കുന്നുണ്ട്, അത്യാവശ്യം മോട്ടോ ഉണ്ട്. ഒന്നാമത് സ്റ്റിയറിംഗ് വീൽ ഇങ്ങനെ ഇരിക്കുന്നത്. രണ്ടാമത്തെ കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ടയർ ചെത്താൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ ലീക്ക് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ക്ലിയർ ആക്കിയതായിരുന്നു അത്. സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഓയിൽ മേടിച്ചിട്ട് റീഫിൽ ചെയ്തിട്ട് കൊണ്ടു നടക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കയറ്റാം. ഇപ്പോൾ നമുക്ക് പോയിട്ട് അലൈൻമെൻറ്റ് ക്ലിയർ ആക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാമാവട്ടെ വണ്ടി. ഇതെല്ലാം നമ്മുടെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഓയിൽ ലീക്കായതാണ് കേട്ടോ. അവിടെ ആയിട്ടൊക്കെ ഉണ്ട്. ചില സമയത്ത് ലീക്കുള്ളൂ, ഫുൾ ടൈം ഇല്ല. കഴിഞ്ഞ വീഡിയോയിൽ കിറ്റ് തട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു. അവർ തട്ടിയ സമയത്ത് വിട്ടു പോകുന്നതാണ് കേട്ടോ ഈ കിറ്റ്. ഇതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലത്തെ ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ ഇളകിയിട്ടുണ്ട്. അപ്പോൾ അതും ക്ലിയർ ആക്കാനുണ്ട്. തട്ടിയിട്ടുണ്ടായിരുന്നത് ഇതേ ഇവിടെ ആയിരുന്നു കേട്ടോ തട്ടിയിട്ടുണ്ടായിരുന്നത്. അടിയിൽ സ്ക്രാച്ച് ആയിട്ടുണ്ടാവും. അതിവിടെ സ്ക്രാച്ച് ആയിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു കിറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ അത് പൊട്ടാഞ്ഞത്. കാരണം നിങ്ങൾ കണ്ടതാണ്, സംഭവം തട്ടിയിട്ട് ഇങ്ങനെ ബെൻഡായിട്ട് വിട്ടു പോകുന്നതാണ്. ഫൈബർ കിറ്റ് ആയിരുന്നെങ്കിൽ എന്തായാലും അത് പൊടിയായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലാപ്പ് ആകെ പൊട്ടി പീസ് ആയിട്ടുണ്ട്. നമ്മുടെ വീൽസിൻ്റെ മുകളിൽ പുതിയ ഒരു സ്ക്രാച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുതുതായിട്ട് കിട്ടിയാണ് കേട്ടോ. കൂടുതൽ നമ്മുടെ ഈ റോട്ടിൽ നിന്നാണ് കിട്ടാറ്. ഈ വീൽസ് പിന്നെ മൊത്തത്തിൽ സ്ക്രാച്ച് ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഉള്ളിലേക്ക് കയറുമ്പോൾ തട്ടുന്നതാണ്. അത് നമുക്ക് ക്യാമ്പർ കിറ്റ് ഇട്ടിട്ട് ക്ലിയർ ആക്കാനുണ്ട്. ക്യാമ്പർ കിറ്റ് ഇട്ടിട്ട് അതുപോലെ തന്നെ ഈ ഫെൻഡറിന്റെ മുകളിലും ലോഡ് ആവുന്നുണ്ട്, അതും ക്ലിയർ ആക്കാനുണ്ട്. പിന്നെ ഈ വീൽസിന്റെ ആ ഒരു സൈസ് കണ്ടിട്ടല്ല നമ്മളിത് ക്ലിയർ ആക്കുന്നത്. ഇപ്പൊ ഇതിൽ കിടക്കുന്ന 9.5 ആണ്. ഓഫ്സെറ്റ് മാറ്റിയിട്ട് കുറച്ചും കൂടെ ഒന്ന് പുറത്ത് നിൽക്കുന്ന ലെവലിൽ വേറെ വീൽ ഇടുന്ന സമയത്ത് നമ്മൾ ക്യാമ്പർ കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. വണ്ടി ഒന്ന് കാമായിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. അപ്പോൾ നമ്മള് പോയോണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു പയ്യൻ കയറിയിട്ടുണ്ട് കേട്ടോ. അവന് ഓട്ടോറ വരെ ലിഫ്റ്റ് തരുക ചോദിച്ചപ്പോൾ അവനോട് കയറ്റിയതാ അല്ലേ. നമ്മൾ വണ്ടിയിട്ട് വരുമ്പോൾ പൊട്ടിക്കാനൊക്കെ വരാറുണ്ട് നമ്മുടെ പിള്ളേരില്ലേ നാട്ടിലെ. അതിലൊരാളാണ് ഇവൻ. നമുക്കിപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫ്യൂവൽ അടിക്കണം. ഫ്യൂവൽ എന്താ അവസ്ഥ എന്നറിയില്ല. കാരണം മേലത്തെ മീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് 1500 അടിച്ചതാണ്. എന്നിട്ട് അത്യാവശ്യം കിടന്ന് ഓടി. മേലത്തെ മീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഡൗട്ടാണ്. അപ്പോൾ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ മുഷ്കിലാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഫ്യൂവൽ അടിക്കാം. ഇപ്പോൾ സ്റ്റിയറിംഗ് വീൽ ഇരിക്കുന്നത് കണ്ടില്ല. ഇപ്പോൾ സ്ട്രൈറ്റ് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അത് സ്ട്രൈറ്റ് ആവും നമ്മൾ അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സ്ട്രൈറ്റിൽ ഓടിച്ച കാലം മറന്നു. മക്കളുടെ സന്തോഷം കണ്ടോ വണ്ടി കണ്ടപ്പോൾ. ആ മോള് ഉമ്മാനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കണം വണ്ടി നോക്കുന്നത്. കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും നമുക്ക്. നമ്മൾ പമ്പിലേക്ക് കയറ്റാൻ വേണ്ടി നോക്കി നോക്കുമ്പോൾ അവിടെ പറ്റാതെ, അത്രയും ബ്ലോക്കായിട്ട് അവിടെ കയറ്റാൻ പറ്റാതെ ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഹൈവേ തട്ടിയായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പോൾ ഈ പമ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ നമുക്ക് കയറാൻ പറ്റാതെ നമ്മൾ നേരെ പോയിട്ട് തിരിച്ചിട്ട് വന്നു കേട്ടോ. അത്രയും ബ്ലോക്ക് കാഴ്ചപ്പോൾ നമ്മൾ ഫ്യൂവൽ അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ഇട്ടിട്ട് ഫ്രണ്ട് എടുക്കാം. കാരണം അവിടെ ഫ്രണ്ടിൽ ഒരു എഡ്ജ് ഉണ്ട്. നമ്മൾ സ്ഥിരം അലൈൻമെൻറ്റ് ചെയ്യാറുള്ളിടത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ റൈറ്റ് സൈഡിൽ കാണാനാണ് കേട്ടോ നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യാറുള്ള ഷോപ്പ്. മുന്നേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അങ്ങോട്ട് കയറുമോ നോക്കണം. അങ്ങോട്ട് കയറൽ ഇറങ്ങൽ കുറച്ച് റിസ്ക്കാണ്. ഇറങ്ങലും അതെ കയറലും അതെ. അവിടെ ഒരു എഡ്ജാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കൊന്ന് പൊക്കാൻ വണ്ടി ആഴ്ചിട്ട എങ്ങനെയും തട്ടും. അത് ഇറങ്ങി നോക്കട്ടെ ആരെങ്കിലും ഉണ്ടാവും. അതായത് നമ്മൾ വണ്ടി അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. ഇവിടെ കയറ്റാൻ കുറച്ച് കഷ്ടപ്പെട്ടു ഇവിടെ. കാരണം ഇവിടെ നല്ലൊരു എഡ്ജാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ചെരിച്ചെടുത്തിട്ട് കയറ്റിയതാണ്. ചെരിച്ചെടുത്ത് കയറ്റിയിട്ട് 2-3-4 വർഷം ഫ്രണ്ട് റിവേഴ്സ് ഇട്ട് കളിച്ചു. എന്നിട്ടാണ് കയറ്റിയത്. എന്തായാലും അലൈൻമെൻറ്റ് ചെയ്യട്ടെ. നമുക്കിതിന് താഴെ ഇറങ്ങാൻ പറ്റും. താഴെ ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഫ്ലാപ്പ് എന്താ അവസ്ഥ നോക്കി നോക്കാം. കാരണം ആ ഫ്ലാപ്പ് കിറ്റ് വിട്ടേ പിന്നെ ഫ്ലാപ്പ് കിടന്ന് കളിക്കുന്നുണ്ട്. സോ അത് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ ക്ലിയർ ആക്കണം. അത് പുതിയ ഫ്ലാപ്പ് നമുക്ക് വരുമ്പോൾ മാറ്റാം. നമുക്ക് സ്റ്റിയറിംഗ് വീല് സ്ട്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഞാനന്ന് വീൽ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നത്. സോ ഇപ്പോൾ സ്റ്റിയറിംഗ് വീല് റിമൂവ് ചെയ്യാണ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്.
സ്റ്റീറിംഗ് വീൽ റിമൂവ് ചെയ്തിട്ട് വേണം കറക്റ്റ് സ്ട്രൈറ്റ് നോക്കിയിട്ട് കറക്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അത് ചെയ്തുകൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റിയറിങ് സ്ട്രൈറ്റ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാറുണ്ടാവും. അത് ഞാനിപ്പോൾ വണ്ടിയുടെ അടിഭാഗത്താണുള്ളത്. സോ നമ്മൾ കിറ്റിൻ്റെ ആ ഒരു അവസ്ഥ എന്താ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. കണ്ട കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു സെൽഫ് സ്ക്രൂ അടിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഈ ഫ്ലാപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊക്കെ മാറ്റാനുണ്ട്, അത് ക്ലിയർ ആക്കാനുണ്ട്. പിന്നെ ഓയിൽ ലീക്ക് നല്ലോണം അറിയുന്നുണ്ട് ഇവിടെ. വേറെ പ്രശ്നങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് തിരുമ്പോ കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല. പിന്നെ ഈ ഒരു സ്കേർട്ട് കണ്ടോ, ഇത് അത്യാവശ്യം തൂങ്ങി കിടക്കുന്നുണ്ടോ. അവിടെ അത്രയും കയറി എടുക്കുന്നുണ്ട്, ഇങ്ങോട്ട് എത്തുമ്പോൾ തൂങ്ങിയിട്ട് എടുക്കണ്ട. അങ്ങനൊരു സീനുണ്ട്. അതൊക്കെ ക്ലിയർ ആക്കാനുണ്ട്. ആ സ്റ്റിയറിംഗ് വീലെല്ലാം റിമൂവ് ചെയ്ത് ക്ലിയർ ആക്കി സ്ട്രൈറ്റ് ആക്കിയിട്ടുണ്ട്. അലൈൻമെൻറ്റിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് വണ്ടി അങ്ങോട്ട് ഇറക്കലാണ് ടാസ്ക്. കയറ്റിയ പോലെ ഇറക്കാൻ അത്ര എളുപ്പമല്ല. ഇവിടുത്തെ എഡ്ജാണ് ഈ കാണുന്നത്. എന്തായാലും നോക്കി നോക്കാം. നമ്മൾ അവിടുന്ന് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചൊരു സ്മൂത്ത് പോലെ ആയിട്ടുണ്ട് കേട്ടോ അലൈൻമെൻറ്റ് ചെയ്തപ്പോൾ. മറ്റേതൊരു സൈഡിലേക്ക് ഒരു പിടുത്തം പോലെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റിയറിംഗ് വീലും ചെരിഞ്ഞിരിക്കില്ലായിരുന്നു. തിരക്കില്ലാത്ത റോട്ടിലേക്ക് കയറിയിട്ട് നമുക്ക് നോക്കി നോക്കാം. സെറ്റ് അപ്പോൾ കറക്റ്റായി. പിന്നെ അവിടുന്ന് ഇറക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ, കാരണം അത്രയും എഡ്ജ് ഉണ്ടായിരുന്നു അവിടെ. ഇനിയിപ്പോൾ ഞാൻ പോകുന്നത് കീയുടെ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാനുവലി ആണ് നമ്മൾ അൺലോക്ക് ചെയ്യുക ലോക്ക് ചെയ്യുക ഒക്കെ ചെയ്ത് തരുന്നത്. അപ്പോൾ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കീയുടെ ബാറ്ററി അതുപോലെ നമ്മുടെ എയർ സസ്പെൻഷൻ്റെ റിമോട്ടിൻ്റെ ബാറ്ററി നമുക്ക് മാറ്റാനുണ്ട്. കാരണം അതും കുറച്ചായി. എവിടെയെങ്കിലും പോയിട്ട് ആ ബാറ്ററി എങ്ങാനും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും. പിന്നെ സ്ട്രൈറ്റ് ആയപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് തിരിച്ചു കിട്ടിയ പോലെ ഒരു ഫീൽ ഇഷ്ടാ. എന്താണ് ചേട്ടാ നട റോട്ടിൽ നിർത്തിയിട്ട് ഒരു കുശലം പറിച്ചലേ. ഇവിടെ ഒരു വാച്ചിൻ്റെ ഷോപ്പുണ്ട്. അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ റിമൂവ് ചെയ്തിട്ട് അവരെന്നെ ബാറ്ററി ചേഞ്ച് ചെയ്ത് തരും. നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. ചെറിയ സ്ക്രൂ ഒക്കെ വരുന്നുണ്ട് ഇതിൽ. പോയേക്കാം. അപ്പോൾ നമ്മളവിടെ ബാറ്ററി മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ബാറ്ററി മാറ്റാൻ വേണ്ടി കൊടുത്തിട്ട് നമ്മുടെ വണ്ടിയുടെ ഭംഗി ആസ്വദിക്കട്ടെ. ഞാൻ കാണിച്ചു തരാം. എൻ്റെ മോനെ ഏത് ലുക്ക് നോക്കി. മാഷാഅല്ലാ വെയിലത്ത് ഷൈൻ ചെയ്യണോ സീനിലെ. അതൊരു കേട്ടോ. ഇനി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ നമ്മുടെ കീയുടെ ബാറ്ററി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടി അവിടെ എടുക്കുന്നു കേട്ടോ. വണ്ടി കാണിച്ചു തരാം. എൻ്റെ ഫോണിന് ഏത് ബ്യൂട്ടി നോക്കില്ലേ. ഈ വണ്ടിയുടെ ഇതിൽ ഇറങ്ങാം. അപ്പോൾ നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്തു. നമുക്ക് പുറത്തുനിന്ന് എന്തായാലും ചെക്ക് ചെയ്യാൻ പറ്റില്ല. വണ്ടികളാണ് ആകെ തിക്കുന്നിരക്കും ബഹളമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ കയറി ഇരുന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ ചെക്ക് ചെയ്തിരിക്കണ്ട. വർക്കിംഗ് ആണ്. ഇതില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ബാറ്ററി മാറ്റി. കീൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ എയർ സസ്പെൻഷൻ്റെയും ബാറ്ററി നമ്മൾ മാറ്റി. ഈ ഒരു റിമോട്ട് നമുക്ക് വേറെ റിമോട്ട് ഉണ്ട്. പക്ഷെ ആ ഒരു റിമോട്ട് വർക്കിംഗ് അല്ല ഇപ്പോൾ. നമ്മുടെ കീയുടെ മുകളിലുള്ള റിമോട്ട് മാത്രമേ ഇപ്പോൾ വർക്കിംഗ് ഉള്ളൂ. എവിടെയെങ്കിലും പോയിട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ ബാറ്ററി അന്വേഷിച്ച് നമ്മൾ നടക്കേണ്ടി വരും. എല്ലാവർക്കും ബാറ്ററി കിട്ടിയോളന്നില്ല. മുൻകൂട്ടിയിട്ട് നമ്മൾ മാറ്റിയതാണ് കേട്ടോ. അലൈൻമെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടിയ പോലെയാണ്. കാരണം സ്റ്റിയറിംഗ് വീല് സ്ട്രൈറ്റ് ആയപ്പോൾ ഇപ്പോൾ കറക്റ്റ് ഡ്രൈവിങ് ആ ഒരു ഫീല് മനസ്സിലാവുന്നുണ്ട്. മറ്റേതെന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരുന്നു, കറക്റ്റ് ഇങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ കൈ പിടിക്കേണ്ടി വന്നിരുന്നു സ്ട്രൈറ്റ് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടുണ്ട്. കാണിച്ചു തരാം. ചെയ്യണ്ട സ്ട്രൈറ്റ് ആയിട്ടുണ്ട് കറക്റ്റ്. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് റോഡിൽ ഇങ്ങനെ വന്നിട്ട് നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാലും കണ്ട സ്ട്രൈറ്റിലാണ് ഇപ്പോൾ പോകുന്നത്. ഒരു ഇഷ്യൂസും ഇല്ല.
കളിക്കണ അവിടുന്ന് പൊട്ടിക്കും. ഓടി വരണ പൊട്ടിക്കാൻ പറഞ്ഞിട്ട്. കളി നിർത്തി നിങ്ങള്? എന്ത് കളി കളിച്ചേർന്ന്? എന്ത് കളി കളിച്ചേർന്ന്? ട്രങ്കോ കഴിഞ്ഞ എന്നിട്ട് പൊട്ടിച്ചാൽ മതി. ഇപ്പൊ കളിക്കണ്ട ഇപ്പൊ നിങ്ങക്ക് ഒരു പൊട്ടിക്കണ എങ്ങനെയുണ്ട്? മതിയാ? ഞാൻ പോട്ടെ, ബൈ. പിള്ളേര് കളിക്കേണ്ട ഇടയില് കളിയൊക്കെ നിർത്തി വെച്ചിട്ട് ഓടി വന്ന് പൊട്ടിക്കുന്ന പറഞ്ഞിട്ട് സീൻ പിള്ളേരുണ്ട്. ഫൈനലി കാശ് നമ്മളങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അവിടെയൊക്കെ കാണണ്ട, ഇതെല്ലാം ഓയിലേക്ക് കാണണ്ട. ഇതെല്ലാം ക്ലിയർ ആക്കാനുണ്ട്. അപ്പോൾ കണ്ടോ, മറ്റേത് അടുത്ത് ചെന്ന് കഴിഞ്ഞാലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ റിമോട്ട് എയർ സസ്പെൻഷൻ്റെ. ഇപ്പോൾ ബാറ്ററി മാറ്റി വെക്കുമ്പോൾ കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വെളിച്ചം കുറച്ച് കുറവുണ്ടാവും കണ്ടോ. അതുപോലെ തന്നെ ലോക്ക് ചെയ്യണത് കണ്ടോ, ലോക്ക് ചെയ്യണതും ഇപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റേത് മാനുവലി നമ്മൾ ലോക്ക് അൺലോക്കും ചെയ്യണമായിരുന്നു. അതാണ്ട് ക്ലിയർ ആക്കിയപ്പോൾ ആ ഒരു പണിയും കഴിഞ്ഞിട്ട് സമാധാനമായി. അപ്പോൾ ഇത്രയുള്ള കാര്യം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെയായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആകണം. നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്.